ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ സുരക്ഷ ശക്തം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വീടുകൾ സന്ദർശിച്ചുള്ള എന്യൂമറേഷൻ ഫോം വിതരണം നാളെ ആരംഭിക്കും. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധത്തിനായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്കുള്ള HPV വാക്സിനേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് തൃശൂരിൽ പ്രഖ്യാപിക്കും. 4ാമത് ആഗോള മറൈൻ സിംബോസിയം മീക്കോസിന് നാളെ കൊച്ചിയിൽ തുടക്കമാകും. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. ടീം ഇന്ത്യയെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സംസ്ഥാനത്തെത്തും. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഉപരാഷ്ട്രപതിയായ ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ ഹെലികോപ്റ്ററിൽ കൊല്ലത്തേക്ക് തിരിക്കും. വൈകിട്ട് 3-ന് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് കയറ്റുമതി സംഘടനകളുടെ ഫെഡറേഷൻ അംഗങ്ങളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. തിരികെ തിരുവനന്തപുരത്തെത്തുന്ന ഉപരാഷ്ട്രപതി ഇന്ന് രാജ്ഭവനിൽ തങ്ങും. നാളെ രാവിലെ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തും കൊല്ലത്തും ഗതാഗത നിയന്ത്രണം. ഇന്ന് ഉച്ചയ്ക്കു ശേഷം കൊല്ലം നഗരപരിധിയിലെ സ്കൂളുകൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ നാളെയും ഗതാഗത നിയന്ത്രണമുണ്ടാകും. സുരക്ഷാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയ സൈബർ കുറ്റാന്വേഷണ മേഖലകളിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂരിൽ KAP 4ാം ബറ്റാലിയന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസിന് അനുമതിക്കായി കാത്തുനിൽക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് സേനയെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെ കേരള എക്സ്പ്രസ് ട്രെയിനിൽ നിന്നും വർക്കലയ്ക്കടുത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് മദ്യലഹരിയിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയ ആളാണ് യുവതിയെ ആക്രമിച്ചത്. ഇന്നലെ രാത്രിയാണ് സംഭവം. തിരുവനന്തപുരം സ്വദേശിയായ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പ്രതിയെ പിന്നീട് കൊച്ചുവേളിയിൽ വെച്ച് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ യുവതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി BLOമാർ വീടുകൾ സന്ദർശിച്ച് എന്യൂമറേഷൻ ഫോം നാളെ മുതൽ വിതരണം ചെയ്യും. അടുത്ത മാസം 4-ന് മുൻപ് പൂരിപ്പിച്ച ഫോമുകൾ തിരികെ നൽകണം. ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കരട് പട്ടിക സംബന്ധിച്ച പരാതികൾ 2026 ജനുവരി 8-ന് മുൻപ് സമർപ്പിക്കണം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7-ന് പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധത്തിനായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിനേഷൻ നൽകുന്ന പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലാണ് പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. സ്ത്രീകളിൽ കണ്ടുവരുന്ന ഗർഭാശയഗള ക്യാൻസർ, അർബുദ അനുബന്ധ മരണനിരക്ക് വർദ്ധിപ്പിച്ചതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വിദഗ്ധരുടെയും ടെക്നിക്കൽ കമ്മിറ്റിയുടെയും യോഗം ചേർന്നാണ് വാക്സിനേഷൻ പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയത്. HPV വാക്സിനേഷൻ പദ്ധതി വിവിധ സന്നദ്ധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് വാക്സിനേഷൻ നൽകുവാൻ തീരുമാനിച്ചത്. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വാക്സിനേഷൻ പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചു. തെരുവ് നായ ശല്യം സംബന്ധിച്ച് സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതിയുടെ 3-അംഗ പ്രത്യേക ബെഞ്ച് ഇന്ന് പരിഗണിച്ചു. സർക്കാർ കെട്ടിടങ്ങളുടെ പരിസരത്ത് തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉടൻ പുറപ്പെടുവിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. തൃശൂർ പാലിയേക്കരയിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇടക്കാല സമിതി ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. ഇതു സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിക്കാണ് നിർദ്ദേശം നൽകിയത്. സമയബന്ധിതമായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. NH 544-ലെ ഗതാഗത തടസ്സവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. 4ാമത് ആഗോള മറൈൻ സിംബോസിയം മീക്കോസിന് നാളെ കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ തുടക്കമാകും. സമുദ്ര ആവാസ വ്യവസ്ഥ, മത്സ്യബന്ധനം, അക്വാകൾച്ചർ എന്നീ രംഗങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ചയാകും. ISRO മുൻ ചെയർമാൻ S. സോംനാഥ് സിംബോസിയം ഉദ്ഘാടനം ചെയ്യും. പരിപാടിയോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി സമുദ്ര വിഭവ ഭക്ഷ്യമേളയും സംഘടിപ്പിക്കും.
KSRTCക്ക് പെൻഷൻ വിതരണത്തിന് 74.34 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ഈ വർഷം പ്രത്യേക സഹായമായി 350 കോടി രൂപയും പെൻഷൻ വിതരണത്തിന് 583.4 കോടി രൂപയുമാണ് ഇതുവരെ നൽകിയത്. 900 കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യം ആഗോള സാങ്കേതിക പരിവർത്തനത്തിന്റെ മാർഗദർശിയായി മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ എമർജിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വിജയകരമായ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളാണ് രാജ്യത്തുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വകാര്യ മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണ ആവാസ വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുന്നതിന് 1 ലക്ഷം കോടി രൂപയുടെ ഗവേഷണ വികസന നവീകരണ പദ്ധതി ഫണ്ടിനും അദ്ദേഹം തുടക്കം കുറിച്ചു. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ 19 പേർ മരിച്ചു. ഇരുചക്ര വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ട്രക്ക് തെലങ്കാന RTC ബസിൽ ഇടിച്ചാണ് അപകടം. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറിയാണ് അവാർഡുകൾ നിർണ്ണയിച്ചത്. വൈകിട്ട് 3:30 തൃശൂരിലാണ് പ്രഖ്യാപനം. മാലിന്യ കൂമ്പാരമായിരുന്ന തൃശൂർ ലാലൂർ ഇനി ചരിത്രത്തിൽ അടയാളപ്പെടുന്നത് കായിക വിസ്മയത്തിന്റെ ഈറ്റിലമായിട്ടായിരിക്കും. ഫുട്ബോൾ ഇതിഹാസമായ പത്മശ്രീ IM വിജയന്റെ പേരിലുള്ള അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സിന്റെ 1ാം ഘട്ടമാണ് പൂർത്തിയാക്കിയത്. മന്ത്രി V അബ്ദുറഹ്മാൻ വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും സംസ്ഥാന കായിക വകുപ്പും സംയുക്തമായാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കായിക സമുച്ചയം യാഥാർത്ഥ്യമാക്കുന്നത്. ഗ്രൌണ്ടിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കുമ്പോൾ അക്വാട്ടിക്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിക്കും. പവലിയൻ ബ്ലോക്ക് മന്ത്രി ഡോക്ടർ R ബിന്ദുവും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് തൃശൂർ P ബാലചന്ദ്രൻ MLAയും ഉദ്ഘാടനം ചെയ്യും. 1ാം ഘട്ടത്തിൽ ലോകോത്തര നിലവാരത്തിലുള്ള കായിക സൌകര്യങ്ങളാണ് ലാലൂരിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം 5000 പേരെ ഉൾക്കൊള്ളാവുന്ന ഇൻഡോർ സ്റ്റേഡിയം തന്നെയാണ്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. ഇന്നലെ മുംബൈയിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കന്നി കിരീടം ചൂടിയത്. ദീപ്തി ശർമ്മ, ഷെഫാലി വർമ്മ എന്നിവരുടെ മികച്ച പ്രകടനമാണ് ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചത്. ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതകളെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ശബരിമലയിലെ സ്വർണ്ണ അപഹരണവുമായി ബന്ധപ്പെട്ട കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. N വാസുവിന്റെ PA ആയിരുന്ന സുധീഷ് കുമാറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് മൊഴിയെടുത്തത്. ഇടുക്കി തൊടുപുഴയിലെ കേന്ദ്രീയ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന 85 വിദ്യാലയങ്ങളിൽ കേരളത്തിന് അനുവദിച്ച ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത്. സൈനിക് സ്കൂളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള 6-9 ക്ലാസുകളിലേക്ക് പ്രവേശന പരീക്ഷയ്ക്ക് ഈ മാസം 9 വരെ അപേക്ഷിക്കാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയ്ക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജനുവരി 18-നാണ് പ്രവേശന പരീക്ഷ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 85 പോയിന്റ് ഉയർന്ന് 84,000-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 23 പോയിന്റ് വർദ്ധിച്ച് 25,745-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 90,320 രൂപയും ഗ്രാമിന് 11,290 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്ത് നിലവിൽ വന്ന പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിൽ ഗണ്യമായ നികുതി ഇളവുകൾക്ക് കാരണമായതായി കേന്ദ്ര സർക്കാർ. 1800 cc-യിൽ താഴെയുള്ള ട്രാക്ടറുകളുടെ GST 5% കുറച്ചത് ചെറുകിട ഇടത്തരം കർഷകർക്ക് ആശ്വാസമായി. വിവിധ കാർഷിക യന്ത്രങ്ങളുടെ GST 5% കുറച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ സുരക്ഷ ശക്തം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വീടുകൾ സന്ദർശിച്ചുള്ള എന്യൂമറേഷൻ ഫോം വിതരണം നാളെ ആരംഭിക്കും. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധത്തിനായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്കുള്ള HPV വാക്സിനേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് തൃശൂരിൽ പ്രഖ്യാപിക്കും. 4ാമത് ആഗോള മറൈൻ സിംബോസിയം മീക്കോസിന് നാളെ കൊച്ചിയിൽ തുടക്കമാകും. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. ടീം ഇന്ത്യയെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.